അതാണ് ഇപ്പൊ അച്ഛനാണ് കുറെ ബാഡായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. ഈ പറയുന്ന 1 കെട്ടി 2 കെട്ടി 3 കെട്ടി ഒന്നിലും അങ്ങോട്ട് പുള്ളിക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒന്നും. ഫസ്റ്റത്തെ ആണെങ്കിലും ഞാനുണ്ടായി, ഒരു സമയം കഴിഞ്ഞപ്പോൾ അതും ഇതായി. 2ാമത് കെട്ടിയത് ഇതിലൊക്കെ അല്ലായിരുന്നു. പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ അവർ 2 അങ്ങോട്ട് നല്ല രീതിക്ക് ഒക്കെ അല്ല. എപ്പോഴും മഴക്കാരൻ രാത്രി 2 മണിക്ക് അച്ഛൻ വീട്ടിൽ ഞാനപ്പം ഇവിടെ നിൽക്കുന്നത്, ഇവരുടെ ഒപ്പം നിൽക്കുന്നത്. അവർ 2 കോളത്തോട് വീട്ടിലായിരുന്നു. ഒരു മകന്റെ ഗതികേടായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് പേഴ്സണലി ഫീൽ ചെയ്തത്. മരിച്ചുപോയ സ്വന്തം അപ്പന്റെ പഴയ ചരിത്രങ്ങൾ കുത്തിപ്പൊങ്ങി വരുമ്പോൾ വന്നിരുന്ന് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന ഒരു മകന്റെ ഗതികേട്, അതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ എൻ്റെ അടുത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കോട്ടയത്ത് പോയിരുന്ന സമയത്ത് ഒരു അഡ്വക്കേറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ഈ കൊല്ലം സുധി സ്വാതന്ത്ര്യ സമരത്തിലെല്ലാം പങ്കെടുത്തിട്ടുണ്ടോ എന്ന്. രേണു സുധിയും കൊല്ലം സുധിയും കൂടി ഇത്രയും വലിയ ചർച്ചയുടെ എന്തുപാടേ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഞാൻ സത്യം പറഞ്ഞത് കേട്ടാൽ വരുന്നത് ചിരിക്കുകയും ചെയ്യും, ചിന്തിക്കുകയും ചെയ്തു. ഇത് തന്നെയല്ലേ ഇത്രയ്ക്കും കേരളക്കരയിൽ എന്ത് ബന്ധം ചർച്ച ചെയ്യാനിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയും കൂടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കിച്ചുവിന്റെ ഇന്നലത്തെ ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എനിക്കത് അയച്ചു തന്നിട്ട്, ബ്രോ ഇതിനെപ്പറ്റി പറ, ഇതിലെന്താണ് ബ്രോയ്ക്ക് പറയാനുള്ളത്. പേഴ്സണലി കിച്ചു പറഞ്ഞ വാക്കുകളോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പിന്നെ അവനെ ഇനി വലിച്ചിട്ട് കൊടുക്കാനോ ഒന്നിനും എനിക്കും താല്പര്യമില്ല. സത്യം പറഞ്ഞാൽ ഞാനും പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, കിച്ചു നീ വാ തുറക്കണം, നീ വാ തുറന്ന് പറയാനുള്ള സത്യങ്ങൾ പുറത്ത് പറയണമെന്ന്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നീ നിന്റെ പ്രായത്തിൽ നിനക്ക് ഇനി ഇതിലോട്ട് കയറി ഈ ലൂപ്പിൽ കിടന്ന് പെട്ട് നിന്റെ ലൈഫും കൂടി സ്പോയിൽ ചെയ്യാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ദയവ് ചെയ്തിട്ട് ഇതിലോട്ട് വന്ന് വിഴുന്ന് ഏറിപ്പോയേണ്ട ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാവാതിരിക്കട്ടെ. എനിക്ക് എന്തോ നീ സംസാരിക്കുന്ന സംസാരങ്ങൾ കാണുമ്പോൾ ഭാവിയിൽ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നീ ഏറി പോകുമെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉള്ളിൽ തോന്നുന്നു. ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തുന്നതല്ല. സുധിയെ പറ്റിയിട്ട് നീ പറയുന്ന കാര്യങ്ങളും രേണുവിനെ പറ്റിയിട്ട് നീ പറയുന്ന കാര്യങ്ങളും വീണയെ പറ്റിയിട്ട് നീ പറയുന്ന കാര്യങ്ങളും 3 പേരെ പറ്റിയിട്ടും അതുപോലെ 4ാമത് 5ാമതൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെയൊക്കെ തോന്നി. എന്തായാലും കിച്ചുവിന്റെ വീഡിയോ കാണാം. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയ വ്യക്തിയാണ്. 2 വർഷം എങ്ങാണ്ട് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇന്നും ആ വ്യക്തിയെ പറ്റി, ആ വ്യക്തിയുടെ കുടുംബത്തിനെ പറ്റിയിട്ടും ഇവിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏക കാരണം ആരാ? രേണു സുധി, രേഷ്മ തങ്കച്ചൻ, അവര് തന്നെയാണ്. അതൊരിക്കലും പോസിറ്റീവായിട്ട് ദിനം ഇരുന്ന് സുധിയുടെ കുടുംബത്തിനെ വാഴ്ത്തിപ്പാടിയല്ല ജനങ്ങൾ സംസാരിക്കുന്നത്. ഉള്ള പച്ച അപരാധങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയതെല്ലാം ചരിത്രം അടക്കം കുത്തിപ്പൊങ്ങി വരികയാണ്. അതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ച് ഇവിടെ കൊടി പിടിച്ച് നിൽക്കുന്നതാരാ? ഒറ്റ കാരണം രേണു സുധി. അവര് തന്നെയാണ്. അവര് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഓളം തന്നെയാണ് ഇന്ന് ഇത്രയും വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഒരു മരിച്ചുപോയ ഭർത്താവിന് ചീത്തപ്പേര് കൂടി വാങ്ങിച്ചു കൊടുക്കുകയാണ്. എന്തിന്? പണ്ട് കടം വാങ്ങിയ ചരിത്രം വരെ കുത്തി പൊങ്ങി വരുന്നു. എന്തായാലും കിച്ചു പറയുന്ന നമുക്ക് കേട്ടു നോക്കാം. അതാണല്ലത്, രണ്ടാൾക്കാർ ഒരുമിച്ച് പോകത്തില്ലെങ്കിൽ 2 പേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെയായിരുന്നു താമസിച്ചോണ്ടിരുന്ന. ആ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോഴത്തെ അമ്മയാണേലും വരുന്നതും. അല്ലാണ്ട് മറ്റേ ഇവര് ഡൈവേഴ്സ് ആവാനുള്ള കാരണം ഈ അമ്മയച്ചിട്ടുള്ളതല്ല. അതായത് വീണയുമായിട്ട് ഡൈവോഴ്സ് ആവാൻ കാരണം രേണു അല്ല എന്നാണ് കിച്ചു പറഞ്ഞു വെക്കുന്നത്. കിച്ചുവിന് ഇതൊക്കെ എത്രത്തോളം അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്കറിയത്തില്ല. കാരണം നിന്റെ ചെറുപ്രായത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, എന്തായാലും നീ നിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എല്ലാം ക്രമേണ നല്ലപോലെ നടക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടായിരിക്കും നീ പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നീ ഈ ഒരു ഇതിൽ നിന്ന് മാറി നിന്ന് നിന്റെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് പോകാൻ ശ്രമിക്കുക. കാരണം നീ ഓരോരുത്തർ വിളിക്കുമ്പോൾ പറയുന്നതല്ല നീ വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. നാളെ ചിലപ്പോൾ നിനക്ക് കയറി പോകാനുള്ള സാധ്യത വളരെ പോസിബിലിറ്റി കൂടുതലാണ്. ഇതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ വോയിസ് എടുത്ത് പുറത്ത് വിട്ടാലും മതി, ചിലപ്പോൾ കിച്ചു ഏറിപ്പോകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. കാരണം നിനക്ക് നിന്റെ അറിവില്ലാത്ത പ്രായത്തിൽ നീ കാട്ടിക്കൂട്ടിയ തെറ്റുകൾ വരെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. അറിവില്ലാത്ത പ്രായത്തിൽ പല തെറ്റുകളും ആൾക്കാർ ചെയ്യാറുണ്ട്. അത് നമ്മൾ പൊറുക്കണം. കാരണം നിന്നെ നേർവഴിക്ക് നടത്താൻ നിനക്ക് നിന്റെ തന്തയോ തള്ളയോ ഇല്ലായിരുന്നു, അല്ലെ? അത് തന്നെയാണ്. എന്നാൽ വളർത്തമ്മ എന്നറിയപ്പെടുന്ന സ്ത്രീ നിന്നെ നേരെ നോക്കിയില്ല എന്നുള്ളൊരു കാര്യം നീ തന്നെ പലരിടത്തും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ ഇനി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും കിച്ചു പറഞ്ഞാട്ടെ. അതിന് മുന്നേ ഇങ്ങനെയായിരുന്നു. എന്നിട്ട് അവർ സംസാരിച്ചു, ഇങ്ങനെ എന്തോ പൈസയുടെ കാര്യമൊക്കെ സംസാരിച്ചു, അങ്ങനെ എത്ര കൊടുത്തു, അങ്ങനെ ആ ഒരു ചാപ്റ്റർ അടച്ചിട്ട് ക്ലോസ് ചെയ്ത് ഭയങ്കര സീനായിരുന്നു. വെള്ളം പറയുന്നത് അച്ഛനിപ്പം എന്നെ നോക്കണം, അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ആ രീതിയിൽ പുള്ളി ഇങ്ങനെ ചെയ്തായിരിക്കും. അപ്പൊ അവരെന്ന് പറയുമ്പോ അവര് വലിയ രീതി അവര് ഒരു കുഴപ്പമൊന്നുമില്ല, അച്ഛൻ മൊത്തത്തിൽ ഒരു തെറ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മൊത്തത്തിൽ വീഡിയോ വന്നേക്കുന്നത്. അത് ശരിയാണ് നീ പറഞ്ഞത്. കാരണം നിന്റെ അച്ഛൻ ഇപ്പൊ തെറ്റുകാരനാണെന്നും നെഗറ്റീവ് ഇമേജ് ആണ് ഇപ്പൊ പബ്ലിക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണക്കാരൊരിക്കലും വീണയല്ല. വീണ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം ഏതാ? രേണു വന്നിട്ട് ആവശ്യമില്ലാതെ ആരുടെയൊക്കെയോ പറഞ്ഞുകൊണ്ട് നടന്നു വീണയെ പറ്റിയിട്ട് മോശമായിട്ട്. അങ്ങനെയാണ് അവസാനം അവരും ഒന്ന് പ്രതികരിക്കുന്നത്. എന്തായാലും എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവിഞ്ഞ് ചീഞ്ഞ പരുവത്തിലിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഞാനും പെട്ടു കേസ്. അല്ലാണ്ട് എന്തോ പറയാ. കൊള്ളാം. എന്തായാലും എന്തോ ഒരു
ചീഞ്ഞ പരിപാടിയാണ്. ബിഗ് ബോസ് സമയത്ത് പോലും ഇത്രയും വലിയ കോൺട്രവേഴ്സി ചർച്ച ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഒരുമാതിരി അവിയൽ പരുവത്തിൽ ചീഞ്ഞ പരിപാടി പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൊല്ലത്തുള്ളവർക്ക് അച്ഛന്റെ ഒപ്പമുള്ള ഫ്രണ്ട്സിനാണെങ്കിലും മൊത്തം എല്ലാവർക്കും അറിയാം അതിന്റെ സ്റ്റോറി എല്ലാം കാര്യങ്ങളും. അവര് കല്യാണം കഴിച്ചെന്നാണെങ്കിലും പക്ഷെ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. അത്രയും ചിന്തിച്ചാൽ മതി എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. എന്തുവാ അവര് നോക്കുമ്പോ എന്തുവാ കൊല്ലം സുധീര വൈഫായാലും ഇപ്പൊ വരും ഇങ്ങനെ കുറെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ വൈഫാണ് പറഞ്ഞിട്ട് ന്യൂസ് വരുന്നു. അപ്പം നിങ്ങളാണെങ്കിലും എല്ലാവരും അങ്ങനെ ചിന്തിച്ചു നോക്കുള്ളൂ. അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ ഒരിക്കലും കുറ്റം പറയേണ്ട കാര്യമില്ല. ഒന്നാമത് ആൾക്കാർക്ക് തന്നെ അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. ഞാൻ തന്നെ ഇന്നലെ കോട്ടയത്തും ചെങ്ങന്നൂരൊക്കെ പോയ സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും നല്ലത് പറയാനില്ല. ഒറ്റ മനുഷ്യൻ പോലും നല്ലത് പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. എല്ലാവരും ഞാൻ പറയുന്നത് കറക്റ്റാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്നൊന്ന് അനലൈസ് ചെയ്ത് നോക്ക്. പ്രത്യേകിച്ച് അവരുടെ അയൽവക്കത്തുള്ളവരും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ പലരും അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും തുറന്ന് പറയുന്നില്ല. ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ ന്യൂസ് വരുമ്പോ ഇങ്ങനെ എല്ലാരും വിചാരിക്കത്തുള്ളൂ ഇത്ര നാളും കാണാത്തവരെയൊക്കെ പൊങ്ങിയൊക്കെ ആയിരുന്നില്ലേ. അതായത് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സെക്കൻഡ് മാരേജ് അങ്ങനെ നടക്കുന്നതും. 5-ിലൊക്കെ ആയപ്പോഴത്തേക്കും 5-ലും ഒരു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ അല്ലായിരുന്നു രണ്ടുപേരും. ഭയങ്കരമായിട്ട് എപ്പോഴും അടിയായിരുന്നു കാര്യങ്ങളും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഞാനൊന്നും പറയുന്നില്ല. എന്താണ് വീണ മോനെ നോക്കിയില്ലേ, രേണു നോക്കിയല്ലേ. എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാരും തന്നെയാണ്. കേട്ടല്ലേ, എല്ലാരും കേട്ടല്ലേ. ഞാൻ പറഞ്ഞുതരാം. ഒരു 3 വയസ്സായപ്പോഴാണ് അച്ഛനും ഞാനും കൂടെ കൊല്ലത്തോട്ട് വരുന്നതും. പിന്നെ മൊത്തം നോക്കിയത് അച്ചാമ്മ, വല്യച്ഛൻ, വല്യമ്മ. അച്ഛൻ വരും. അച്ഛനന്ന് ഭയങ്കര ഷൂട്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. മൊത്തം എന്നെ നോക്കിയത് വരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്റ്റോറിയാണ് മൊത്തം. ഒരു അമ്മയുടെ സ്ഥാനം ഇടയ്ക്കിടയ്ക്ക് വരിക എന്ന് മാത്രമല്ലല്ലോ. അപ്പം അച്ഛൻ അങ്ങനെ ഒരു ആളായിക്കൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്നേഹം കിട്ടായിരുന്നതോ അങ്ങനൊന്നുമില്ല. ഇവന് ഉള്ളിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇവൻ അറിയാന്നുള്ള കുറെ കാര്യങ്ങൾ അതൊക്കെ ഉള്ളിൽ വച്ചും കൊണ്ടുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. അതുപോലെ ഇവനെ നോക്കിയത് വീണയും അല്ല, രേണുവല്ല, ആരുമല്ല, ഈ അച്ചാമ്മയും അവരൊക്കെ ചേർന്നിട്ടാണ് വിജുവിനെ നോക്കിയിട്ടുള്ളതെന്നുള്ളൊരു ടോക്കാണ് വിജു പറഞ്ഞു വയ്ക്കുന്നത്. അറിയില്ലടേ, നമ്മൾ എന്ത് പറയാ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും കിച്ചു പറയട്ടെ. എനിക്ക് എന്റെ എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും അതല്ലേ പറയുന്ന. അച്ഛന്റെ മോനാണ്. എന്റെ ഭാഗത്തുനിന്ന് അച്ഛനായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് അച്ഛൻ മരിച്ച എന്റെ മൈൻഡിൽ മൊത്തം അതായിരുന്നു. ആ ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ ഓക്കെ ആവുക. അത്രയും നാൾ ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. കിച്ചുവിന്റെ ഭാഗത്തു നിന്ന് സുധിയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ കേസുകളാണ്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം. അതൊക്കെ അറിഞ്ഞു വെച്ചും കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ മരിച്ച സമയത്ത് ഇവന്റെ മനസ്സിലൂടെ ആ പ്രശ്നങ്ങളാണ് ഓടിയത്. കാരണം മരിച്ചു പോയ സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് ചിലപ്പോൾ വിഷമം വരും. നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതല്ലേ, ഇങ്ങനെ പറഞ്ഞതല്ലേ, വഴക്ക് പറഞ്ഞല്ലേ, ചീത്ത വിളിച്ചല്ലേ, അടിച്ചതല്ലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലൂടെ ചിലപ്പോൾ ഒരു പോയിന്റിൽ ഓടും. എന്തായാലും ഇവിടെ വീണയെ കുറിച്ചിട്ടും നല്ലതല്ല വലുതായിട്ട് പറയുന്നത്, എന്നാൽ രേണുവിനെ കുറിച്ചിട്ട് മോശവും അല്ല പറയുന്നത്, നല്ലതും അല്ലാത്ത രീതിയിലാണ് അങ്ങും തൊടാതെ കിച്ചു ഈ ലൈവിൽ സംസാരിച്ച് പോയിട്ടുള്ളത്. എന്തായാലും കൊള്ളാടേ. വേറെ ഒന്നുമില്ല, നീ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നിനക്ക് ബെറ്റർ. അല്ലെങ്കിൽ ചുമ്മാ ഇനി നാട്ടുകാരെ ആയിരിക്കുന്ന നീ കൂടി കേൾക്കേണ്ട ഒരു അവസ്ഥ വരും കിച്ചു. അത് വരാതിരിക്കട്ടെ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വേറെ ഏതൊക്കെ വീഡിയോയുടെ കമന്റ് ബോക്സുകളിൽ നിന്നെ കുറിച്ചിട്ട് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വെറുപ്പ് വാങ്ങി വെക്കരുത് ജനങ്ങളുടെ. അതുകൊണ്ട് ഈ വിഷയത്തിൽ നീ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ അത്രയും വലിയൊരു വിഷയമായി നീ സംസാരിച്ചേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാത്ത പക്ഷം മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നീ ഇങ്ങനെ ഒരു ലൈവിൽ വന്നിട്ട് വീണയെ കുറിച്ചിട്ട് പറഞ്ഞത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീണ രംഗത്ത് വന്നിട്ടുണ്ട്. വീണ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് കിച്ചു പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ട് വീണ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഇനി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എന്തായാലും വീണ പറയുന്നത് കേട്ടോക്കാം. ഇത് ഈ വിഷയം അല്ലാതെ ഈ കിച്ചു പറയുന്ന അനുസരിച്ച് നിങ്ങൾ അവിടെ വഴക്കുണ്ടാക്കി എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം സ്ഥിരമായിട്ട് അവിടെ ഒരു വഴക്ക് കണ്ടത് കൊണ്ടാണോ? അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, കിച്ചു നിങ്ങളുടെ കൂടെ ആണോ താമസം എന്ന് ഞാൻ ചോദിച്ചത്. മനസ്സിലായി? കിച്ചു കണ്ടിട്ടില്ല ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നതൊന്നും. അപ്പൊ വീണ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു കണ്ടിട്ടില്ല സുധിയും വീണയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. വീണ ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിക്ക് രേണുവുമായിട്ടുള്ള ബന്ധമുണ്ടായതിനു ശേഷമാണ് വീണ സുധിയെ ഉപേക്ഷിച്ചതെന്നാണ് വീണ പറഞ്ഞത്. എന്നാൽ കിച്ചു പറയുന്നത് അത് അങ്ങനെ അല്ലെന്ന്. അങ്ങനെ ഇങ്ങനെ എല്ലാം കൂടി അവിയൽ പരുവത്തിൽ കിടക്കുകയാണ്. ഇത് എന്തുവാടേ? ഒരു ബീഫ് എടുത്തു വെച്ച് കുഴമ്പുരുട്ടി പിടിച്ച ഫീലാണ് എനിക്ക് തോന്നുന്നത്. കിച്ചുവിന് അറിയില്ല. പിന്നെ പറയാൻ കാര്യം കിച്ചുവിന് അറിയില്ല, എന്താ കാര്യമൊന്നും അറിയില്ല. കിച്ചു അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇവിടുത്തെ വീട്ടിലായിരുന്നു, അച്ഛൻ 1 മണിക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ കുടുംബ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കിച്ചു. കിച്ചു പറയുന്നുണ്ട്.
ശരിക്കും പറഞ്ഞാൽ കിച്ചുവിന്റെ ചെറു പ്രായത്തിലാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ കിച്ചുവിന് അറിയത്തില്ലായിരിക്കും. എന്നാലും കിച്ചു അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ട്, അത് കിച്ചുവിന് അറിയാം. പക്ഷെ അത് അവൻ പറയുന്നില്ല. ഓക്കെ, മേ ബി അവന്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൊട്ടിക്കും എന്നുള്ളൊരു പേടിയിലായിരിക്കാം, എന്തെങ്കിലും ആവട്ടെ. ഇനി അതിലോട്ട് വലിച്ചിട്ട് ആ പയ്യനെയും കൂടി വലിച്ചിട്ട് ഞാനും ആഗ്രഹിക്കുന്നില്ല. അവൻ അവന്റെ കാര്യം നോക്കി പോട്ടെ. അതുപോലെ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്, നീ അല്ലാതെ വ്ളോഗും കാര്യങ്ങളും ചെയ്ത് പോകുന്നതായിരിക്കും നിനക്ക് ബെറ്റർ. അല്ലെങ്കിൽ നീ കയറില്ല. കേൾക്കുന്നവർ വിചാരിക്കും നിങ്ങൾ ഭയങ്കര വഴക്കും അടിയും ബഹളവും ഒക്കെ ആയിരുന്നു എന്ന് ഇല്ലേ പറയത്തുള്ളൂ. അല്ല, ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ ചേട്ടാ. ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. എനിക്ക് നടന്ന കാര്യം നിഷേധിക്കേണ്ട ആവശ്യം എന്താണ്? ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാനുമായിട്ട്. ആദ്യം തുടക്കത്തിൽ തന്നെ ശാലിനി ഈ ഒരു പൈസ കൊടുപ്പും ഇവിടെ പോയി കാണലും അവളെ വീട്ടിൽ തങ്ങലും. എന്തുവാടാ ഇത്? സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയും വരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, സുധി ഒരു സകലകലാ വല്ലഭൻ തന്നെയായിരുന്നു. മന്മഥൻ എന്നാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു. ഈ ഓരോരുത്തരായിട്ട് രംഗത്ത് വരുന്നു. ആരൊക്കെയുടെ വരുന്നു? കിച്ചുവിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് വേറെ ഏതോ ചേച്ചി വരുന്നു, വീണ, രേണു, ശാലിനി, ഇനി വേറെ ആരോ വരാൻ നിൽക്കുന്നുണ്ടെന്നാണ് പുതിയ അറിവ്. ഞാൻ അറിഞ്ഞ കേസാണ്. വേറെ ഏതോ ഒരു സ്ത്രീ, അതായത് അവർ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ്, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വേറെ ഏതോ സ്ത്രീ രംഗത്ത് വരാൻ നിൽക്കുകയാണ്. അങ്ങനെ പലരും ഇനി രംഗത്ത് വരും. ആരൊക്കെ രംഗത്ത് വരും, എവിടെ കൂടിയൊക്കെ രംഗത്ത് വരും എന്നൊന്നും ഒരു പിടിയില്ല. എന്തൊക്കെയോ നടക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു കുടുംബം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇതിനു മുമ്പേ സീരിയലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അടിയും വഴക്കും ഒക്കെ ആയിട്ടുള്ള സെറ്റപ്പ്. പക്ഷെ ഇത് റിയൽ ലൈഫിൽ നടന്ന ഒരു കാര്യം പലരും ഇങ്ങനെ വന്ന് രംഗത്ത് വന്ന് പറയുന്നു, നാട്ടുകാരുൾപ്പെടെ പറയുന്നു. അങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും കൊള്ളാടെ, നല്ല ഒന്നാം തരം കഞ്ഞി പരിപാടിയാണ്. നടന്നിട്ടുള്ള ചരിത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ട് പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.